6ൻ്റെ ആദ്യ 6 ഗുണിതങ്ങളുടെ മാധ്യം കാണുക. മാധ്യം എന്ന് പറഞ്ഞാൽ മീൻ. 6ൻ്റെ ആദ്യത്തെ 6 ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ 6 ഗുണം 1, 6 ഗുണം 2, 6 ഗുണം 3, 6 ഗുണം 4, 6 ഗുണം 5, 6 ഗുണം 6. 6, 12, 18, 24, 30, 36. അതിനെ എണ്ണം കൊണ്ട് ഹരിക്കുക. ആദ്യത്തെ 6 ഗുണിതങ്ങളെന്ന് പറയുമ്പോൾ 6 കൊണ്ട് ഹരിക്കുക. എത്ര എണ്ണമുള്ള? 6. അപ്പോൾ 126 വരും. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 6 ഉത്തരം 21 വരും. ഇവിടെ ഓപ്ഷനൊന്നും കറക്റ്റല്ല. 12, 18, 19, 24. ഇവിടെ 21 ഉത്തരം. ഇനി 40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവിന് തുല്യമായാൽ ആ സമചതുരത്തിൻ്റെ വശം എത്ര? അതായത് ചതുരത്തിൻ്റെ ചുറ്റളവ് കാണാൻ 2 × L+B, അതായത് 2 ഗുണം നീളവും വീതിയും കൂടെ കൂട്ടുക. 40 + 30 സമം 2 ഗുണം 70 സമം 140. 140 എന്ന് പറയുന്നത് സമചതുരത്തിൻ്റെ ചുറ്റളവാണ് തന്നിട്ടുണ്ട്. അതായത് സമചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 4A ആവശ്യമെങ്കിൽ 4A എന്ന് പറയുന്നത് 140 അപ്പോൾ A കാണാൻ. A എന്ന് പറയുന്നത് സമചതുരത്തിൻ്റെ വശം 140/4, അതായത് 70/2 35 വരും. ഓപ്ഷൻ A ആണ് ഉത്തരം. 35. ചതുരത്തിൻ്റെ നീളവും വീതിയും തന്നിട്ടുണ്ട്. അതിൻ്റെ ചുറ്റളവെന്ന് കണ്ടുപിടിക്കും നമ്മൾ. 2 × L+B നീളം ഗുണം വീതി. 2 × L+B നീളം പ്ലസ് വീതി. 2 × 40 + 30 2 × 70 140 കിട്ടും. അപ്പം 104 ഗുണം വശമാണ് സമചതുരത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള ഫോർമുല. അത് തന്നിട്ടുണ്ട്. സമചതുരത്തിൻ്റെ ചുറ്റളവ് ഈ ചതുരത്തിൻ്റെ ചുറ്റളവിന് തുല്യമാണ്. അതായത് സമചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് ഈ ചതുരത്തിൻ്റെ ചുറ്റളവ് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 140. അതായത് സമചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 4 ഗുണം വശമാണ്. 4 ഗുണം വശം 4 ഗുണം A ആണെന്നിരിക്കട്ടെ വശം 140. അപ്പോൾ A കാണാൻ 140നെ 4 വെച്ച് ഹരിച്ചാൽ മതി. 35 കിട്ടും. ഓപ്ഷൻ A ആണ് ഉത്തരം.